ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലം, അതിൻ്റെ വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം ഈ വീഡിയോ. ഓക്കെ, ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകളും അതുപോലെ തന്നെ വെറൈറ്റി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ വരിക. ഓക്കെ, അപ്പോൾ മലയാള സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ചുരുക്കമായിരിക്കും. അപ്പോൾ മലയാള സിനിമ കാണുന്ന ആളുകൾക്ക് ഈ സ്ഥലം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾ, ഒരു 60ഓളം സിനിമകൾക്ക് സെറ്റ് ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ സാറിൻ്റെ ആ ഒരു സമയം മുതലേ ഈ ഭാഗത്ത് സിനിമകൾ ഷൂട്ട് ചെയ്യാൻ വരാറുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സലാപം, അതുപോലെ തന്നെ ആകാശത്തിലെ പറവുകൾ, ചന്ദ്രോത്സവം, ബോഡി ഗാർഡ്, ഇപ്പോൾ കുറച്ച് അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള അജഗജേന്ദ്രം, പിന്നെ ഇപ്പോൾ ഇതാ അവസാനമായിട്ട് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കാൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞാണ് ഒരു മാസം മുന്നേ കൂടെയും ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ് സുരാജ് വഞ്ഞാറമൂടിൻ്റെ പുതിയൊരു പടം ഇവിടെ ഇപ്പോൾ ഇതാ കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാളികളിലേക്ക് എത്തിച്ച അതിന് സെറ്റിട്ടിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ആ ഒരു അമ്പലവും ആ ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നീ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേതാണ് സ്ഥലം എന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അത് ഏതാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം ഈ പ്രകൃതിയുടെ ഭംഗി അത്രത്തോളം ഉണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും നമുക്കത് നേരിട്ട് അനുഭവിക്കണം. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് കറങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ആർക്കും വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ കൂട്ടുകാരായിട്ട് വരാൻ, ഫോട്ടോഷൂട്ടിന്, ആൽബം, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എത്താൻ പറ്റിയൊരു സൂപ്പർ എന്ന് തന്നെ പറയാം. അത്രത്തോളം അടിപൊളി സ്ഥലമാണ്. അത് നമ്മൾ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് ഇവിടെ അനുഭവിച്ചറിയണം. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനും ഇതിനൊക്കെ പറ്റിയൊരു സമയമായിരുന്നു ഞങ്ങൾ പോയത്. നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിൽ ഈ പാടങ്ങൾക്ക് അപ്പുറത്തായിട്ട് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒഴുക്ക് ഇതിലൂടെയാണ് പോകുന്നത്. മഴക്കാലമല്ലാത്തതുകൊണ്ടും വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ടും കുട്ടികൾക്ക് ഇറങ്ങാനും കളിക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മലയാളികൾക്ക് ഇതറിയാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാള സിനിമകളിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമയുടെ 170% ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ സ്ഥലത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിനോ ആൽബം ഷൂട്ടിങ്ങിനോ അതുപോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ കറങ്ങാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് പറ്റിയൊരു സൂപ്പർ സ്ഥലമാണിത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.